Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത അയ്യമ്പുഴയിലെ ഗ്ലോബൽ സിറ്റി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. അയ്യമ്പുഴയിൽ സ്ഥലമുടമകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് 500 ഏക്കർ 500 കോടിയാണ് നമ്മൾ വകയിരുത്തിയത്. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചു. മറ്റേ താമസം അങ്ങനെയുള്ള വലിയ സമരമായിരുന്നല്ലോ. ഞാൻ തന്നെ 2-3 കത്ത് പങ്കെടുത്തു. കളക്ടർ പങ്കെടുത്തു, അതിന് മുമ്പുള്ള കളക്ടർമാരെല്ലാം പങ്കെടുത്തു. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്. അന്നിപ്പോ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലത് ഞങ്ങളിവിടെ എടുക്കുമെന്ന് ചോദിച്ചു വരുന്നുണ്ട്. അത് അറിയാം. എന്തായാലും ഇപ്പോ 358 ഏക്കറിലേക്ക് 500 കോടി കുറഞ്ഞു. 500 കോടിയാണ് നമ്മൾ വകയിരുത്തിയെങ്കിൽ 849 കോടിയിലേക്ക് വർദ്ധിച്ചു. അപ്പൊ അയ്യമ്പുഴയിൽ ഒരു ഏക്കറിന് ഏകദേശം 2 കോടിക്കടുത്ത് രൂപയിലേക്ക് കൂട്ടി. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയുന്നത് ഗവൺമെന്റിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ശരിക്കും യൂണിയൻ ഗവൺമെന്റായിട്ട് ചേർന്നാണെങ്കിൽ 850 തരണം. എങ്ങനെ കൊടുത്താലും 500 കോടി കൂടി നമ്മൾ കണ്ടെത്തും. ഈ 358 ഏക്കറിൽ നമുക്ക് ലീസിന് കൊടുക്കാൻ പറ്റുന്നത് 215 ഏക്കർ പോകും. അല്ലേ? 215 ഏക്കറിന് നമ്മൾ 1400 കോടി. അപ്പോൾ ഒരു സംരംഭകം വരുമ്പോ 1 ഏക്കറിന് 7 കോടി വേണം. 1 ഏക്കറിന് 7 കോടി. മറ്റു സ്റ്റേറ്റിലെ ഉറപ്പത്തിന് വില വളരെ കുറവല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ നടത്താൻ പറ്റും? മൂന്നാമത്തെ പ്രശ്നം, ഗിഫ്റ്റ് സിറ്റിക്ക് എല്ലാ നിയമങ്ങളിലും ഇളവുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ ഒരു ഇളവുണ്ടാവില്ല. അപ്പോ 1 ഏക്കറിന് 7 കോടി കൊടുക്കും വേണം, ഈ നിയമം മുഴുവൻ അനുസരിക്കും വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ തന്നെ ഞാനിപ്പോ നോക്കിയിരുന്നു. ഒരു വണ്ടിയിൽ നിന്ന് നോക്കി. പിന്നെ നമുക്ക് അറിയാവുന്ന സ്ഥലമാണല്ലോ. 2018 ഞാനിവിടെ പ്രളയത്തിന് വന്നല്ലോ. നമ്മൾ അങ്ങനെ പോയി ഇത് വന്നപ്പോൾ കഷ്ടിയാണ് ഇറവ് പോകാൻ. ഇവിടെ വെള്ളം ചെയ്തത് പരിശോധിക്കാൻ നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്നു. കണ്ണൂർ പോയി ഇല്ലേ, നമുക്കറിയാവുന്ന സ്ഥലം തന്നെയാണ്. അപ്പൊ 500 കോടിയെങ്കിലും വേണം ഇതൊക്കെ മാറ്റി ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇതാണ് സർക്കാരിന് മുമ്പിലുള്ള പ്രശ്നം. ഇങ്ങോട്ടുള്ള ഒരു 6 വരി പാത നമ്മൾ ഗതിശക്തിയെ ഉൾപ്പെടുത്തി അതും ഇതിന്റെ ഭാഗമായി പാരലായിട്ട് നമ്മൾ നീക്കിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോ നമുക്ക് താങ്ങാവുന്ന അപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ കിൽഫ്രട്ടിപ്പോ ഒരു സൗകര്യമുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം അവർക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് പർച്ചേസ് ആക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതിയ രീതിയിലൂടെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ അങ്കമാലി കൊണ്ടുവരുന്ന സ്ഥലം വെച്ചിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പുതിയ ആധാരങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ തെറ്റേന്ന് രജിസ്റ്റർ കൊടുക്കും, തെറ്റേന്ന് നിയമം കൊടുക്കും, നിയമം തുക കൂടി നിൽക്കുമല്ലോ. ഈ അവസാനത്തെ 3 ആധാരം വെച്ചിട്ടാണല്ലോ വില നിശ്ചയിക്കുക. അതൊരു ഭാഗം. 2 നിയമനത്തിലേക്ക് പിന്നെ 15% പലിശ ഇവിടെ കൊടുക്കുക. ഇത്ര കിട്ടിയാലും വക്കീലന്മാർ പോകരുത്. ഒപ്പിട്ട് തന്നെ ബാക്കി ഞങ്ങൾ നോക്കും. അതിനകത്ത് ഒപ്പുമില്ല, കിട്ടിയ കിട്ടി. ഇപ്പോ പാലക്കാട് നോക്കുമ്പോൾ 1200 കേസാണ് കോടതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നോക്കുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാതെ ചെലവുകൾ വന്നാൽ 1 ഏക്കറിന് 8-9 കോടി കൊടുത്തിട്ട് ഇവിടെ ആര് വന്നിട്ട് കയറ്റി പോകും എന്ന പ്രശ്നം നമ്മൾ മുമ്പിലേക്ക് വരണം. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.